ഫ്രണ്ട്സ്, മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയും അച്ചുവും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അത് അച്ഛന്റെ നിർബന്ധപ്രകാരം മാത്രം. അച്ഛനെ കാണിക്കാൻ വേണ്ടി രണ്ടുപേരും വളരെ സ്നേഹനിധിയായ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് അഭിനയിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും കഴിക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു. സച്ചിയുടെ ആരോഗ്യത്തെ പറ്റിയും അച്ചു ആവലാതിപ്പെടുന്നുണ്ട്. മോളെ, നീ അവനെ ശ്രദ്ധിച്ചോണേ, ഇല്ലെങ്കിൽ അവൻ കഴിക്കാതെ മുങ്ങിക്കളയും എന്ന് പറഞ്ഞ് കോഫിയുമായി മുറിയിലേക്ക് പോവുകയാണ് സേതു. അച്ഛൻ പോകുന്നത് വരെ വളരെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നു സച്ചിയും അച്ചുവും. അച്ഛൻ അവിടുന്ന് പോയ ശേഷം രണ്ടുപേരുടെയും മുഖം മാറി. അച്ചു ഭക്ഷണം കഴിക്കാതെ പ്ലേറ്റുമായി അവിടെ നിന്നും എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സച്ചി അച്ചുവിന്റെ കയ്യിൽ പിടിക്കുന്നു. ആ കൈയിലേക്ക് നോക്കുകയാണ് അച്ചു. കൈ മാറ്റിയിട്ട് പ്ലേറ്റുമായി വീണ്ടും കിച്ചണിലേക്ക് പോവുകയാണ് അച്ചു. വിഷമത്തോടെ സച്ചി ഇരിക്കുന്നു. ശേഷം കാണിക്കുന്നത് ഒരു ഓട്ടോയിൽ ആതിര നെല്ലിശ്ശേരി വീട്ടിലേക്ക് എത്തി. ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ ശേഷം ആതിര മനസ്സിൽ വിചാരിക്കുന്നു, സന്ദീപിന്റെ മുന്നിലൊന്നും പോയി പെടല്ലേ ദൈവമേ. ഓട്ടോ കൂലി കൊടുത്തതിന് ശേഷം അകത്തേക്ക് വരികയാണ് ആതിര. ഹോളിലൊന്നും ആരെയും കാണുന്നില്ല. പിറകിൽ കൂടി വന്ന സ്നേഹ ആതിരയെ കെട്ടിപ്പിടിക്കുന്നു. ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, ഞെട്ടിപ്പോയി ഞാൻ. കണ്ടിട്ട് കുറെ കാലമായല്ലോ എന്ന് സ്നേഹ ചോദിച്ചപ്പോൾ ആതിര പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ നേരം കിട്ടണ്ടേ സ്നേഹ? നിങ്ങൾ ആരും അങ്ങോട്ട് വരില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ വരുന്നത്? ഏടത്തിയാണെങ്കിൽ ഇവിടെ വിട്ട് വേറെ എങ്ങോട്ടും പോകുന്നതിനെ കുറിച്ച് ആലോചിക്ക പോലുമില്ല. അത് മാത്രമല്ല, അവസാന സെമ്മല്ലേ, പഠിക്കാൻ ഒത്തിരി ഉണ്ട്. ആതിരയ്ക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കുശലം പറഞ്ഞ് സംസാരിക്കുകയാണ്. ഏടത്തി ഇവിടെയുണ്ട്, എനിക്കാണെങ്കിൽ കുറെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സ്നേഹ പോകുന്നു. ആതിര കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അവിടുന്ന് അനഘ വന്നത്. അനഘ വരുന്നത് കണ്ടുകൊണ്ട് ആതിര പിന്നോട്ടേക്ക് മാറി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അനഘ വന്നിട്ട് പറയുന്നു, നീ എന്താ നിന്ന് കറങ്ങുന്നത്? എങ്ങോട്ട് പോകണോന്ന് ആലോചിക്കുവാണോ? ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആരുമില്ലെങ്കിൽ നേരെ വന്ന് കയറി ചെല്ലുന്നതാണോ നിങ്ങളുടെയൊക്കെ പതിവ്? ആരെയും കണ്ടില്ലെങ്കിലേ വിളിക്കുന്നതിന് വേണ്ടിയാണ് പുറത്ത് ബെല്ല് വെച്ചിരിക്കുന്നത്. അതിൽ പ്രസ് ചെയ്താൽ ആള് വരും. അത് എനിക്കും അറിയാം എന്ന് ആതിര പറഞ്ഞപ്പോൾ, എന്നിട്ട് എന്താ അടിക്കാഞ്ഞതെന്ന് അനഘ ചോദിക്കുന്നു. അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നി എന്ന് ആതിര പറഞ്ഞപ്പോൾ അനഘ പറയുന്നുണ്ട്, ഓഹോ, അതെന്താണാവോ കാര്യം? നിനക്ക് തോന്നുമ്പോ കയറി വരാൻ പറ്റി വീണാണെന്ന് കരുതിയോ? ആതിര പറയുന്നു, ഇതേ എന്റെ ചേച്ചിയുടെ വീടാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും വരാനും പോവാനും ചിലപ്പോ താമസിക്കാനും പറ്റുന്ന വീട്. അതിനുള്ള അവകാശവും അധികാരവും ഒക്കെ എനിക്കുണ്ട്. എന്തോന്ന് അധികാരവും അവകാശവും ഉണ്ടോന്നോ? ആഹാ, അത് കൊള്ളാലോ. എടുത്തേയും കെട്ടിയെടുത്തു എന്ന് പറഞ്ഞ് അനിയത്തിക്ക് എങ്ങനെ അധികാരവും അവകാശവും വരുമെന്നാ പറയുന്നത്? അത് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് അനഘ പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അനഘ. ഒരർത്ഥത്തിൽ നിനക്ക് ഈ വീട്ടിൽ എന്ത് അവകാശവും അധികാരവും ഉണ്ടോ, അതേ അർത്ഥത്തിൽ എനിക്കും ഈ വീട്ടിൽ അവകാശവും അധികാരവും ഉണ്ട്. നീ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. അനഘ പറയുന്നു, അതെന്താണെന്ന് നീ തന്നെ ഒന്ന് പറയേ. എനിക്ക് ഈ വീട്ടിൽ അവകാശവും അധികാരവും ഉണ്ട്. അതെങ്ങനെ നിനക്ക് കിട്ടും? ആതിര പറയുന്നു, അതെ, ഞാനും നിന്നെ പോലെ തന്നെ ഈ വീട്ടിലെ മരുമകളുടെ അനുജത്തിയാണ്, മനസ്സിലായോ? നിന്റെ ചേച്ചി ഈ വീട്ടിൽ ആരാണോ അതുപോലെ തന്നെയാണ് എന്റെ ചേച്ചിയും. ഇപ്പൊ മനസ്സിലായോ നീയും ഞാനും ഒരുപോലെയാണെന്ന്? അത് ആലോചിക്കാതെ നീ ഇപ്പൊ ഈ അഹങ്കരിക്കുന്നത്. പിന്നെ ഞാൻ ഒന്നും പറയണ്ട എന്ന് കരുതി ഒതുങ്ങിപ്പോകുമ്പോൾ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആതിര പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെയും വന്നിട്ട് ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ ആതിരയെ തടഞ്ഞു നിർത്തി സംസാരിക്കാണ് അനഘ. നീ അപ്പോ എന്നെ പോലെയാണ് നീ എന്ന് സ്ഥാപിക്കാണ് അല്ലേ? ആതിര പറയുന്നു, അല്ല, നീ ആരാണെന്നും ഞാൻ ആരാണെന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. എനിക്ക് ഒരിക്കലും നിന്നെ പോലെ ആവാൻ കഴിയില്ല. മനസ്സ് നിറയെ കുശുമ്പും കുന്നായ്മയും കുത്തി നിറച്ച് നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നോ? അനഘ പറയുന്നു, ഓ, ഇപ്പോ കാര്യം മനസ്സിലായി. നിന്റെ ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള വരവിന്റെ ഉദ്ദേശം എടുത്തേ കാണാൻ മാത്രമാണോ, അതോ മറ്റാരെങ്കിലും കാണാനുള്ള വരവാണോ? ആതിര പറയുന്നു, എനിക്ക് ഈ വീട്ടിൽ എല്ലാവരെയും കാണാനും സംസാരിക്കാനും വല്ല വിലക്കും ഉണ്ടോ? നിനക്ക് ഈ വീട്ടിൽ കാലാകാലം താമസിക്കാമെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതിന് എന്താ കുഴപ്പം? ഞാൻ ഇനിയും വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ചേച്ചിയെ കാണണമെന്ന് എപ്പോഴൊക്കെ തോന്നുന്നോ അപ്പോഴൊക്കെ ഞാൻ വരും പോകും. നിനക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വരുമ്പോഴൊക്കെ എന്നെ തടയാൻ കഴിയുമോ? അത് കേട്ട് ദേഷ്യത്തോടെ അനഘ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ നീ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ? നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാം. എന്താണ് നിന്റെ വരവിന്റെ ഉദ്ദേശമെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ആതിര പറയുന്നു, ഒരാള് സ്വയം താഴ്ന്നതിനും അപഹാസ്യാവുന്നതിനും നിന്നെ പോലെ വേറെ ഉദാഹരണം ഇല്ല. ആ അവന്തികേട്ടത്തി എത്ര അന്തസ്സും തറവാടിത്തമുള്ള സ്ത്രീയാണ്. അവരുടെ സ്വന്തം അനുജത്തി തന്നെയല്ലേ നീ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് ആതിര. അനഘ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോ നീ എനിക്കെതിരെ മത്സരിക്കാൻ തന്നെയാണ് ഭാവം. ഞാൻ ഇവിടുത്തെ മരുമകളുടെ അനുജത്തിയായോണ്ട് നിനക്ക് വിലയില്ല.
ഞാനും നീ സമമാണെന്നല്ലേ നിന്റെ വാദം? ഞാൻ ഈ വീടിന്റെ മരുമകളായാൽ പിന്നെ ഞാനും നീയും തമ്മിൽ എന്താണ് സമം? അന്ന് ഞാൻ ഇതിനൊക്കെ നിനക്ക് മറുപടി തരുന്നുണ്ട്. മുകളിലേക്ക് ആതിര കയറി പോയപ്പോൾ അർച്ചനയെ കാണുന്നുണ്ട്. അർച്ചന വളരെ സന്തോഷത്തോടെ ആതിരയോട് സംസാരിക്കുന്നു. മോളെ, നീ എപ്പോ വന്നു? നിന്നോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ആതിര പറയുന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കണമെന്നല്ലേ പറയുന്നത്? എന്നിട്ടും നീ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. നോക്കുമ്പോൾ മുന്നിലേക്ക് വന്നു നിൽക്കും എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആതിര പറയുന്നുണ്ട്. അതല്ലേ ചേച്ചി അതിന്റെ ഒരു ത്രില്ല്. അല്ലെങ്കിൽ ഞാൻ വരുന്നത് നോക്കി ചേച്ചി നിൽക്കും. താമസിച്ചാൽ ഉടനെ വിളി. ഇതാവുമ്പോ രണ്ടാളും ഹാപ്പിയാകും. പിന്നെ ആതിരയും അർച്ചനയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കുടിക്കാൻ എന്തൊക്കെയാ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സച്ചിയേട്ടനോട് പറഞ്ഞു ഒരു ബോർഡ് ഗേറ്റിന്റെ മുന്നിൽ തൂക്കാൻ പറയണം എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എന്ത് ബോർഡാണെന്ന്? നമ്മൾ ഈ ഗേറ്റിന്റെ മുന്നിലൊക്കെ വെക്കാറില്ലേ ഒരു ബോർഡ്, പട്ടിയുണ്ട് സൂക്ഷിക്കണമെന്ന്? അതുപോലെ ഒരു ബോർഡ്. ഇവിടെ പട്ടിയില്ലാത്തത് കൊണ്ട് അതിൽ ഇങ്ങനെ എഴുതണം, അനക്കയുണ്ട് സൂക്ഷിക്കണോ എന്ന്. ഇന്നും കടിച്ചോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ആതിര പറയുന്നുണ്ട്. അവൾക്ക് കടിക്കാൻ അറിയില്ല, കുരയ്ക്കാനേ അറിയാവൂ. അത് കേട്ട് ഞാനും നന്നായി പറഞ്ഞു. അവൾക്ക് സമാധാനമായി. നീ വെറുതെ എന്തിനാ അവളോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ വെറുതെ നാണം കെടുകയുള്ളൂ എന്ന് അർച്ചന ആതിരയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് സച്ചി അവിടേക്ക് വരുന്നത്. സച്ചിയെ കണ്ടപാടെ ബഹുമാനത്തോടെ ആതിര എണീറ്റ് നിൽക്കുന്നു. കൂടെ അർച്ചനയും. സച്ചിയേട്ടന്റെ ഫോൺ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു, എടുത്തായിരുന്നോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സച്ചി എടുത്തെന്നും പറയുന്നുണ്ട്. ആതിര എപ്പോ വന്നോ? വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ ആതിര പറയുന്നുണ്ട്. ആ സുഖമാണ്. സച്ചിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ട് കുറെ നാളായെന്ന് അച്ഛൻ പരിഭവം പറഞ്ഞിരുന്നു. ഉടനെ വരാന്ന് പറഞ്ഞേക്ക് അച്ഛനോട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി വളരെ സന്തോഷത്തോടെ പോകുന്നുണ്ട്. നല്ല ഗംഭീര അഭിനയാണ് രണ്ടാളും തമ്മിൽ, അല്ലേ? അതെ. എന്തെങ്കിലും മത്സരമുണ്ടോ നിങ്ങൾ തമ്മിൽ? എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ഇങ്ങനെ മത്സരം മനസ്സിലാകാത്തതുപോലെ ഒരു നോട്ടം. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നത് മുതൽ ചേച്ചി ദിവസേന എത്രയെത്ര കള്ളങ്ങളാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തുമാത്രം അഭിനയമാണ് കാണിക്കുന്നതെന്ന്? അതും ഒരുതരം അഭിനയമാണ്. എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നൊക്കെ ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട്. ആരഭിനയിച്ചെന്നാ നീ പറയുന്നത്? ഞാനും സച്ചേട്ടനോ? ഞങ്ങളുടെ അഭിനയം കണ്ട് മാർക്കിടാനാണോ നീ വന്നിരിക്കുന്നത്? അതോ ഞങ്ങളുള്ള ഇഷ്ടം കൊണ്ടോ? ആതിര പറയുന്നുണ്ട്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നത് പോലെയുള്ള ചോദ്യം ചോദിക്കല്ലേ എന്റെ ചേച്ചി. നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം വലിയ വഴക്കല്ലായിരുന്നോ? ഒന്ന് ഞെട്ടിയല്ലേ? എന്തായിരുന്നു കാരണം? അതറിയാനുള്ള അവകാശം ഒരു അനുജത്തി എന്ന രീതിയിൽ എനിക്കില്ലേ? ആതിര പറയുന്നു. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെയാ അറിയുന്നതെന്ന് അർച്ചന ആതിരയോട് ചോദിക്കുന്നുണ്ട്. സ്നേഹയാണോ നിന്നോട് പറയുന്നത്? ആതിര പറയുന്നു. ആര് പറഞ്ഞു എന്നതിലല്ല ചേച്ചി കാര്യം. അങ്ങനെ നടന്നില്ലേ, അതിന്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. അർച്ചന പറയുന്നു. ഈ കാര്യം പറഞ്ഞു തന്നാള് അതിന്റെ കാരണവും പറഞ്ഞു തന്നില്ലേ? ഇല്ലെങ്കിൽ അയാളോട് തന്നെ ചോദിക്കണം എന്തായിരുന്നു എന്ന്. ആതിര പറയുന്നു. ഓഹോ, അപ്പോ സ്വന്തം അനിയത്തിയോട് ചേച്ചിക്ക് പറയാൻ വയ്യ അല്ലേ? ഞാൻ ആരോടെങ്കിലും ഒക്കെ തിരക്കി അറിയണം. നാളെ ഇതിലും വലുത് എന്തെങ്കിലും നടന്നാൽ പോലും ചേച്ചിയായിട്ട് എന്നോടൊന്നും പറയില്ല. ഓക്കെ, ഞങ്ങൾ ഗവേഷണം നടത്തി കണ്ടെത്തണം എന്നാണോ ചേച്ചി പറയുന്നത്? വേണ്ട. കാരണം എന്താണെന്ന് ചേച്ചിയുടെ ഭർത്താവിന് അറിയായിരിക്കുമല്ലോ. ഞാൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കുമ്പോൾ ഭർത്താവിനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാഗുമായി പോവുകയാണ് ആതിര. ആതിര എന്ന് പറഞ്ഞ് ടെൻഷനോടെ പിറകെ അർച്ചനയും. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലിരിക്കുന്ന സച്ചിയാണ്. സച്ചി കുറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നു. അർച്ചനയോട് പറഞ്ഞ ഓരോ വാക്കുകളെ പറ്റിയും വിഷമത്തോടെ ആലോചിച്ചിരിക്കുകയാണ് സച്ചി. എന്നിട്ട് സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അച്ഛനു വേണ്ടി ഒരു പാവം പെൺകുട്ടിയെ ഞാൻ ബലിയേടാക്കി. ഒന്നിനെ പറ്റിയും അറിയാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നിനുമേൽ ഒന്നായി കുരുങ്ങി കുരുങ്ങി പഴിയായി മാറിക്കൊണ്ടിരിക്കും. എത്ര സിമ്പിളായി കരുതിയ പ്ലാൻ ആയിരുന്നു അർച്ചനെ വിവാഹം കഴിക്കുക, വേർപിരിയുക, അമ്മൂനെ സ്വന്തമാക്കുക. എന്നിട്ടിപ്പോ ഊരാ കുടുക്കൽപ്പെട്ട്. അങ്ങനെ ടെൻഷനോടെ കണ്ണുമടച്ചിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു സച്ചി. അപ്പോഴാണ് ഡോർ തുറന്ന് അവന്തിക അവിടേക്ക് വന്നത്. ഒന്നും അറിയേണ്ട ദിവാസ്വപ്നം കണ്ട് ചാരിക്കിടന്നോ. അവസാനം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധം കാര്യങ്ങൾ അവന്തികയുടെ കയ്യിലെത്തും എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിയെ കേൾപ്പിക്കാൻ വേണ്ടി സച്ചി ഉറങ്ങുവാണോ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് സച്ചി അവന്തികയെ നോക്കിയിട്ട് പറയുന്നു. അല്ല എടുത്തി, ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നയാണ്. എന്താ എടുത്തി? നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രോജക്റ്റില് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഉടൻ തന്നെ അതൊന്ന് ക്ലിയർ ചെയ്യണം. ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യട്ടെ? സച്ചി ഉണ്ടാവണം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ഓക്കെ എടുത്തി, ഞാൻ ഉണ്ടാവുമെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക പോകുന്നു. വീണ്ടും മൂഡ് ഓഫ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അർച്ചന മുകളിൽ നിന്നും താഴേക്ക് സ്റ്റെപ്പിൽ ഇറങ്ങി ഇറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് നടക്കാൻ കഴിയാതെ പെട്ടെന്ന് കാലിൽ
നല്ല വേദന അനുഭവപ്പെടുന്നത്. എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അർച്ചന. താഴെ നിൽക്കുന്ന ആതിര അത് ശ്രദ്ധിക്കുന്നു. ചേച്ചിയുടെ വിളി കേട്ട് അവിടേക്ക് ഓടി വരികയാണ് ആതിര. എന്താ ചേച്ചി, എന്താ എന്നൊക്കെ ടെൻഷനോടെ ആതിര ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കാലിലെ കെട്ട് കാണുന്നത്. ആതിര, എന്താ എന്താ പറ്റിയത് ചേച്ചി? എന്തിനാ ഇതെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നത്? പറയ്, എന്തിന് എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ബാ നിനക്ക് ചായ ഇട്ട് തരാം, വിഷയം മാറ്റണ്ട, എന്താ പറ്റിയെന്ന് പറയാം എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് ഒന്നുമില്ല, മുകളിൽ ഗ്ലാസ് വൃത്തിയാക്കുമ്പോൾ ഒരു ചില്ല് താഴെ വീണ് പൊട്ടി, അതിൽ ചവിട്ടിയതാണ്, വലിയ മുറിവൊന്നുമില്ല. ആതിര ദേഷ്യത്തോടെ പറയുന്നു. എനിക്കിപ്പോ ചേച്ചി എന്താ പറയാൻ പറ്റുമെന്ന് അറിയോ? ബുൾഡോസറില്ലേ, അത് കയറ്റി അരച്ച് കൊല്ലാനാ തോന്നുന്നത്. ഞാൻ തൊഴുതു ചേച്ചി, തൊഴുതു. ഒന്നും ആരോടും പറയരുത്, പ്രത്യേകിച്ച് ജനിപ്പിച്ച് വളർത്തിയവരോടും കൂടെ പിറപ്പുകളോടും എല്ലാം സഹിച്ച് മനസ്സിൽ അടക്കി വെച്ചോണം. ഞങ്ങളൊന്നും ചേച്ചിക്കിപ്പോ ആരും അല്ലല്ലോ. സങ്കടങ്ങളും വിഷമങ്ങളും പറയാൻ മാത്രമുള്ള ബന്ധം ഞങ്ങൾക്കില്ലാണ്ടായോ? എങ്ങനെയാ ചേച്ചി ഇങ്ങനെ മാറാൻ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആതിര ദേഷ്യത്തോടെ നിൽക്കുന്നു. എന്നാൽ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ചായ ഇടാൻ ഒരുങ്ങുകയാണ് അർച്ചന. ആതിരയെ സോപ്പിടാൻ തുടങ്ങുകയാണ് അർച്ചന. എന്നാൽ ആതിര പറയുന്നുണ്ട്, ചേച്ചി എന്നെ കെട്ടിപ്പിടിക്കാൻ നോക്കണ്ട, ഞാനതിൽ അലിയില്ല, ഇത് ചേച്ചിയുടെ ഒരു തന്ത്രം മാത്രമാണ്. പേടി തോന്നുന്നുണ്ട് ചേച്ചി, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഓർത്ത് വല്ലാതെ പേടി തോന്നുന്നുണ്ട്. അർച്ചന പറയുന്നു, ഞാൻ എന്തിനാ മോളെ നിന്നോട് കള്ളം പറയുന്നതും ഒളിച്ചു വെക്കുന്നതും? നിസ്സാരമായ കാര്യങ്ങളൊക്കെ എപ്പോഴും വിളിച്ചു പറയുന്നത് നല്ലതാണോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് എന്നെ പറ്റിയുള്ള ചിന്തകൾ കൂടുതലായോണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ആതിര പറയുന്നു, ചേച്ചി ഇതൊക്കെ നിസ്സാരമായി കാണുന്നോണ്ടല്ലേ, നിങ്ങൾ തമ്മിൽ മിക്കപ്പോഴും വഴക്കാണെന്നൊക്കെ എനിക്കറിയാം. വഴക്കുകൾ സാധാരണയാ ചേച്ചി, പക്ഷെ അത് വീട്ടിലെല്ലാവരും അറിയുന്ന തരത്തിലാകുമ്പോൾ അത് നിസ്സാര വഴക്കാണോ? അവന്റെ എടുത്തേ പോലും സച്ചേട്ടൻ വഴക്ക് പറഞ്ഞെന്നറിഞ്ഞല്ലോ. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് അത്ര നിസ്സാരമല്ല. അത് കേട്ട് ഞെട്ടലോടെ അർച്ചന ആതിരയെ നോക്കുന്നു. നീ ആരെയാണ് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞു, ഒന്ന് തെളിച്ചു പറയൂ. ആതിര ടെൻഷനോടെ പറയുന്നു, അല്ല ചേച്ചി, സച്ചേട്ടൻ ചേച്ചിയെ ചീത്ത പറയുമ്പോൾ അല്ല, എന്റെ ഫോൺ ഞാൻ എവിടെയോ വെച്ചെന്ന് തോന്നുന്നു, ഞാൻ ഒന്ന് പോയി നോക്കേ. എല്ലാം പറഞ്ഞു പോയല്ലോ, ഇനി ഞാൻ ഇത് ആരുടെ തലയിൽ വെക്കും? ചേച്ചിക്ക് എന്റെ മേലിൽ സംശയം ഉണ്ടായി കാണുമല്ലോ. അങ്ങനെ ഹാളിലേക്ക് ഫോൺ എടുക്കുന്ന രീതിയിൽ പോവുകയാണ് ആതിര. അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു, ഇത്രയും വള്ളിപുള്ളി തെറ്റാതെ ആരാണാവോ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്? ആകെ രണ്ടുപേരേ ഉള്ളൂ, സ്നേഹയും സന്ദീപും. സന്ദീപ് മുകളിൽ നിന്നും ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അവളെ ഒന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെയാണ് ഇതൊന്ന് കണ്ടുപിടിക്കാം? കോളേജിന്റെ മുന്നിൽ പോയി വെറുതെ പോയി നാണം കെടണ്ട, ഇനിയും ആതിരയുടെ മുന്നിൽ പെട്ടാൽ നാണക്കേടായി. അങ്ങനെ ആതിരയുടെ ഫോണിലേക്ക് സന്ദീപ് വിളിക്കുന്നുണ്ട്. ആതിരയുടെ ഫോൺ ടേബിളിന്റെ മുകളിൽ ഇരിക്കുകയാണ്. സന്ദീപ് താഴേക്ക് ഇറങ്ങി വരുന്നു. ആ ഫോൺ ഇരിക്കുന്നതിന്റെ അരികിൽ തന്നെയാണ് സന്ദീപ് നിൽക്കുന്നത്. ഇത് ആരുടെ ഫോൺ ആയിരിക്കും എന്ന് ആലോചിക്കുന്നു. റിങ് ഓഫ് ആയതിനു ശേഷമാണ് ഫോൺ അടിക്കുന്നത് കാണുന്നത്. ആതിര അവിടേക്ക് വന്നു. ആതിരയും സന്ദീപും പരസ്പരം കാണുന്നുണ്ട്. താൻ എപ്പോ എത്തി എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ കുറച്ചു മുന്നേ എത്തിയതേ ഉള്ളെന്ന് ആതിര പറയുന്നു. ഇത് ആരുടെ ഫോണാണെന്ന് സന്ദീപ് ചോദിച്ചു. കുറെ നേരമായി റിങ് ചെയ്യുന്നു, എന്തോ സൈലന്റ് ആക്കി ഇട്ടേക്കുന്നത്, കുറെ നേരമായി ആരോ വിളിക്കുന്നുണ്ടല്ലോ എന്നും സന്ദീപ് ആതിരയോട് ചോദിച്ചു. എന്നാൽ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വിളിച്ചത് സന്ദീപ് തന്നെയാണ്. ടെൻഷനോടെ സന്ദീപിനെയും ഫോണിൽ മാറി മാറി നോക്കുകയാണ് ആതിര. പെട്ടെന്നാണ് സ്മിത ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചത്. എന്റെ ദേവി, നിനക്ക് ഇപ്പോ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് സ്മിതയുടെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ആതിര. വളരെ സന്തോഷത്തോടെ തന്നെ സ്മിതയോട് സംസാരിക്കുന്നുണ്ട് ആതിര. സന്ദീപ് ചോദിക്കുന്നു, ഇത്രയും നേരം വളരെ ടെൻഷനിലായിരുന്നല്ലോ, ഇപ്പൊ ഹാപ്പിയായി, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആതിര പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ കോളേജിലെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് കൊടുത്തു, അതിന് ഫുൾ മാർക്കും കിട്ടി, അത് അവള് പറഞ്ഞതിന്റെ സന്തോഷമാണ്. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു. പറഞ്ഞു വഴക്കുണ്ടാക്കുകയാണ് രണ്ടുപേരും കൂടി. സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അവർ. പരസ്പരം അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അർച്ചന അവിടേക്ക് വന്നത്. ഇവരുടെ വഴക്ക് ശ്രദ്ധിക്കുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തർക്കിക്കുന്നത്? ആതിര, നീ ഒന്ന് നിർത്തിക്കേ. ആതിര പറയുന്നു, അല്ല ചേച്ചി, നമ്മൾ പെണ്ണുങ്ങളെല്ലാം മഹാമോശമാണെന്നാ സന്ദീപിന്റെ വാദം, അതെങ്ങനെയാ വിട്ടുകൊടുക്കാൻ കഴിയുന്നത്? അർച്ചന പറയുന്നു, അതാണോ കാര്യം? നീ ആരോടാ ആതിരെ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്നത്? ഇത് ശൃംഗൻ ആകാൻ വേണ്ടി നേർച്ച നേർന്ന സ്ത്രീ വിദ്വേഷിയായി നിൽക്കുന്ന കട്ട ബ്രഹ്മചാരിയാണ്. ആ ആളോടാണോ നീ സ്ത്രീകളുടെ മഹത്വം വർണ്ണിക്കുന്നത്? അങ്ങനെ സന്ദീപിനെ കളിയാക്കുകയാണ് അർച്ചന. അത് കേട്ട് ആതിരയും പുഞ്ചിരിയോടെ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.